ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻകം ടാക്സിലെ തന്നെ ഡിഡക്ഷൻസ് ആണ്. അതായത് ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. അതായത് ചാപ്റ്റർ 6Aയിൽ പറയുന്ന അല്ലെങ്കിൽ 80C മുതൽ 80U വരെ പറയുന്ന കുറച്ച് ഡിഡക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ 80C ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 80Cയിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേര് നിങ്ങളൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കാം. 80Cയിൽ ഏതൊക്കെയാണ് വരുന്ന ഡിഡക്ഷൻസ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കി വെക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇൻകം ടാക്സ് ന്യൂ റെജിം പ്രകാരം നമ്മൾ ഈ പറയുന്ന ഡിഡക്ഷൻസ് ഒന്നും ഇപ്പോൾ അലൗഡ് അല്ല. അതിൽ പറഞ്ഞ 80CCയുടെയും 80JJAയും മാത്രമാണ് അലൗഡ് ആയിട്ടുള്ള ഡിഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഓൾഡ് റെജിം പ്രകാരമാണ് നമ്മൾ ടാക്സിലെ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യം നമ്മൾ ഈ ഒരു ഡിഡക്ഷൻസ് നോക്കുന്നതിന് മുമ്പ് നമ്മൾ സെക്ഷൻ 80B എന്താണെന്ന് നോക്കുന്നു. 80B എന്ന് പറഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് പറയുന്നതാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണെന്ന് പറയുന്ന സെക്ഷനാണ് 80B എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഗ്രോസ് ടോട്ടൽ ഇൻകം? നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഗ്രോസ് ടോട്ടൽ ഇൻകം ഗ്രോസ് ആണ്, അതായത് ടോട്ടൽ ഇൻകത്തിൻ്റെ ഗ്രോസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു അസസിയുടെ എല്ലാ ഹെഡ്സിൻ്റെയും ടോട്ടലാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. നമ്മൾ പറഞ്ഞത് മെയിനായിട്ട് 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ്, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സ്. ഈ 5 ഹെഡിൻ്റെയും ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 80B എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രോസ് ടോട്ടൽ ഇൻകമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മളിപ്പോൾ പറഞ്ഞ ചാപ്റ്റർ 6A അല്ലെങ്കിൽ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഒരു അസസിയുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൻ്റെ ടോട്ടലാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന 80C മുതൽ ഉള്ള 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കും. ഗ്രോസ് ടോട്ടൽ ഇൻകം നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? 5 ഹെഡ്സും കൂട്ടുക, അതിൻ്റെ കൂടെ നമ്മൾ ഈ പഠിച്ച ക്ലബിങ്ങും സെറ്റ് ഓഫ് ഒക്കെ ചെയ്ത ശേഷം കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അതിൽ നിന്ന് എന്ത് ചെയ്യുക? 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ്, ഇത് എല്ലാം ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല. ഇതിൽ ഏതാണോ ഉള്ളത് ആ സെക്ഷനിലെ ഐറ്റംസ് കുറക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആദ്യം തന്നെ ഡിഡക്ഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് 80C ആണ്. ഓക്കെ, 80C ആണ്. അപ്പോൾ നമ്മൾ 80Cയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 80Cയിൽ നമുക്ക് മാക്സിമം 1,50,000 രൂപ മാത്രമേ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ 80C എന്ന് പറയുമ്പോൾ മാക്സിമം 1,50,000 രൂപ, അതായത് 1,50,000 മാത്രമേ നമുക്ക് നോർമൽ കേസിൽ എന്ത് ചെയ്യാൻ പറ്റൂ? ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1,70,000 ആണ് 80Cയിലെ ടോട്ടൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എങ്കിലും നമുക്ക് എത്ര കുറക്കാൻ പറ്റും? 1,50,000 മാത്രമേ നമുക്ക് കുറക്കാൻ പറ്റൂ. ഇനി ഒരു കേസിൽ ഇത് 2 ലക്ഷം രൂപ വരെ നമുക്ക് കുറക്കാൻ പറ്റും. ആ കേസ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ടു NPS നാഷണൽ പെൻഷൻ സ്കീമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 50,000 നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം. അതുകൊണ്ട് കോൺട്രിബ്യൂഷൻ ടു NPS ഉണ്ടെങ്കിൽ ആ കേസിൽ നമുക്ക് 2 ലക്ഷം വരെ നമുക്ക് എന്ത് ചെയ്യാം? 80C പ്രകാരം നമുക്ക് കുറക്കാം. അപ്പോൾ 80Cയിലെ മാക്സിമം ഡിഡക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1,50,000 rupees ആണ്. ഇനി NPS ഉണ്ടെങ്കിൽ, അതായത് ക്വസ്റ്റ്യനിൽ NPS എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ, കോൺട്രിബ്യൂഷൻ ടു NPS എന്ന് പറയുവാണെങ്കിൽ അത് മാക്സിമം എത്രയാവും? 1,50,000 എന്നുള്ളത് 2 ലക്ഷം രൂപയാവും. അതേപോലെ NPSന് 50,000 വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഈ 80Cയിൽ വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എമൗണ്ട് പെയ്ഡ് ഓർ ഡിപ്പോസിറ്റഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ഫോർ ദ ഇൻഷുറൻസ് ഓൺ ദ ലൈഫ് ഓഫ് സെൽഫ്, സ്പൗസ് ഓർ ഹിസ് ഓർ ഹെർ ചൈൽഡ്. അതായത് നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്ന കേസാണ്. നമ്മൾ ഇൻഷുറൻസിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും
അതായത് LIP ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ അടക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ATC പ്രകാരം ഡിഡക്ഷൻ ഉണ്ട്. അതിൽ തന്നെ പറയുന്നത് സെൽഫ്, അതായത് അസസി സ്വന്തം പേരിൽ അടക്കുകയാണെങ്കിൽ, സ്പൗസ് അതായത് ഇപ്പോൾ അസസി ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിൻ്റെ പേരിൽ അടക്കുന്നത്, അല്ലെങ്കിൽ അസസി വൈഫ് ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേര്, അതാണല്ലോ സ്പൗസ് എന്ന് പറഞ്ഞത്. ഹസ്ബൻഡിൻ്റെ സ്പൗസ് എന്ന് പറയുന്നത് വൈഫും, വൈഫിൻ്റെ സ്പൗസ് എന്ന് പറയുന്നത് ഹസ്ബൻഡുമാണ്. അപ്പോൾ സ്പൗസിൻ്റെ പേരിൽ ഇൻഷുറൻസ് അടക്കുകയാണെങ്കിൽ, അതേപോലെ കുട്ടികളുടെ പേരിൽ ഇൻഷുറൻസ് അടക്കുകയാണെങ്കിൽ, അതിപ്പോൾ മാരീഡ് ആയാലും നമുക്ക് അടക്കുകയാണെങ്കിൽ ATC പ്രകാരം ഡിഡക്ഷൻ ഉണ്ട്. ഇവിടെ ഓർക്കേണ്ടത് പാരൻസിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പാരൻസിന് ഇൻഷുറൻസ് അടച്ചു കഴിഞ്ഞാൽ, LIP അടച്ചു കഴിഞ്ഞാൽ അതിന് ഡിഡക്ഷൻ ഇല്ല. ഇനി ഈ ഡിഡക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം, premium paid shall not exceed 10% of the sum assured for policies taken on or after 1/4/2013. അതായത് 1/4/2013 അല്ലെങ്കിൽ 13 ശേഷം, 1/4/2013 ശേഷമാണ് ഈ ഒരു പോളിസി എടുക്കുന്നത്. ഇനി ഈ പോളിസിയുടെ ഇപ്പോൾ പോളിസി എമൗണ്ട് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ വിചാരിക്കുക 2 ലക്ഷം രൂപയാണ് പോളിസി എമൗണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ 2 ലക്ഷത്തിൻ്റെ 10% എത്രയാണ്? 20,000 രൂപയാണ് അല്ലേ. അപ്പോൾ ഈ 20,000-ൽ കൂടുതൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ATC പ്രകാരം ഡിഡക്ഷൻ കിട്ടില്ല. അപ്പോൾ എത്രയാണ് പോളിസി എമൗണ്ടിൻ്റെ 10% മാത്രമേ അവർക്ക് എന്ത് കിട്ടൂ? ഡിഡക്ഷൻ, അസസിക്ക് ഡിഡക്ഷൻ കിട്ടും. ഈ ഒരു കേസിൽ ഇപ്പം നമ്മൾ പറയുന്നത് 2 ലക്ഷം രൂപയാണ് പോളിസി. ഇനി ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 25,000 രൂപയാണെന്ന് വിചാരിക്കുക. 25,000 രൂപയാണെന്ന് വിചാരിക്കുക. ഇനി ഈ കേസിൽ നമ്മൾ പറഞ്ഞു 2 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുന്നത് 20,000 രൂപയാണ്. 20,000 രൂപ വരെ നമുക്ക് എന്ത് കിട്ടും? എക്സംഷൻ അല്ലെങ്കിൽ ഡിഡക്ഷൻ കിട്ടും. 25,000 ആണെങ്കിൽ 25,000-ന് നമുക്ക് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. ATC പ്രകാരം 20,000 മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? ഡിഡക്ഷൻ കിട്ടും. അതായത് സം അഷ്യൂർഡിൻ്റെ 10% മാത്രമേ നമുക്ക് ഡിഡക്ഷനായിട്ട് അലോവബിൾ ആയിട്ടുള്ളൂ. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുന്നത്, ഇതേ കേസിൽ ചിലപ്പോൾ പ്രീമിയം അടക്കുന്നത് 10,000 രൂപയാണെങ്കിലോ, 10,000 രൂപയാണെങ്കിൽ നമ്മൾ ഈ 10,000 രൂപയാണ് എടുക്കേണ്ടത്. ഓക്കെ, 10,000 രൂപയാണെങ്കിൽ 10,000 രൂപയാണ് എടുക്കേണ്ടത്. നമുക്ക് മാക്സിമം നമുക്ക് 10% വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടും എന്നുള്ളതാണ് ഈ ഒരു കേസിൽ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞത് എന്താണ്? ATCയിൽ പറയുന്നത് ഒന്ന് എമൗണ്ട് പെയ്ഡ് ഫോർ ഇൻഷുറൻസ് ആണ്, അതായത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കുന്ന കേസാണ്. അതിൽ പറഞ്ഞത് എന്താണ്? സെൽഫ് സ്വന്തം പേരിലോ അല്ലെങ്കിൽ സ്പൗസിൻ്റെ പേരിലോ മക്കളുടെ പേരിലോ ഇൻഷുറൻസ് പ്രീമിയം അടക്കുകയാണെങ്കിൽ അതിന് ATC പ്രകാരം ഡിഡക്ഷൻ ഉണ്ട്. പാരൻസിന് അതിന് ഡിഡക്ഷൻ ഇല്ല. അതേപോലെ പ്രീമിയം നമ്മൾ അടക്കുന്നത് നമ്മുടെ സം അഷ്യൂർഡിൻ്റെ 10%-ൽ കൂടുക, അല്ലെങ്കിൽ 10%-ൽ കൂടിക്കഴിഞ്ഞാൽ 10%-ൽ കൂടുന്നതിന് നമുക്ക് എന്ത് കിട്ടില്ല? ഡിഡക്ഷൻ കിട്ടില്ല. 10% വരെ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? ATC പ്രകാരം ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഞാൻ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന്, കോൺട്രിബ്യൂഷൻ ടു പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്, PPF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ, PPF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിൽ തന്നെ പറയുന്നത് സ്വന്തം പേരിലോ അല്ലെങ്കിൽ സ്പൗസിൻ്റെ പേരിലോ കുട്ടികളുടെ പേരിലോ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, PPF-ലോട്ട് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് ATCയിൽ ഡിഡക്ഷൻ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ബൈ ആൻ ഇൻഡിവിജ്വൽ ടു എനി പ്രൊവിഡൻറ്റ് ഫണ്ട് ടു വിച്ച് ദ പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട്സ്, അതായത് SPF-ലോട്ടോ RPF-ലോട്ടോ കോൺട്രിബ്യൂട്ട് ചെയ്താൽ, SPF-ലോട്ടോ RPF-ലോട്ടോ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ സാധാരണ ഇൻകം ഫ്രം സാലറി എടുക്കുന്ന സമയത്ത് നമ്മൾ ഓൺ കോൺട്രിബ്യൂഷൻ ടു RPF നില്ലെന്ന് എഴുതാറുണ്ട് നമ്മൾ. അതായത് ഓൺ കോൺട്രിബ്യൂഷൻ അതിൽ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിന് നമുക്ക് എന്തുണ്ട്? ഇവിടെ ഡിഡക്ഷൻ ഉണ്ട്. ATC പ്രകാരം നമുക്ക് ഡിഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഓൺ കോൺട്രിബ്യൂഷൻ ടു RPF-ന് എന്തുണ്ട്? ഡിഡക്ഷൻ ഉണ്ട്. അപ്പോൾ RPF-ലോട്ടോ SPF-ലോട്ടോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ATC പ്രകാരം ഡിഡക്ഷൻ ഉണ്ട്. അതേപോലെ PPF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കേസിൽ ഡിഡക്ഷൻ ഉണ്ട്. ഇവിടെ പറഞ്ഞത് സെൽഫ് ആവാം, സ്പൗസ് ആവാം, കുട്ടികളാവാം.
ഓക്കെ, അപ്പോൾ ആ ഒരു കേസ് കൂടി ഓർത്തിരിക്കാം. ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ബൈ ആൻ എംപ്ലോയി ടു ആൻ അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ട്. അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ATCയിൽ ഡിഡക്ഷൻ ഉണ്ട്. ദെൻ സബ്സ്ക്രിപ്ഷൻ ടു എനി നോട്ടിഫൈഡ് സെക്യൂരിറ്റി ഓർ ഡിപ്പോസിറ്റ് സ്കീം ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും നോട്ടിഫൈ ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റിയിലോ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് സ്കീമോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട്. അതേപോലെ നെക്സ്റ്റ് പറയുന്നത് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് അഥവാ NSC എന്ന് നമ്മൾ പറയും. ഇത് ഓർത്തിരിക്കേണ്ട ഒരു ഐറ്റമാണ് NSC, നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്. ഇതിൽ NSC 8th ഇഷ്യൂ ആൻഡ് 9th ഇഷ്യൂ ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. NSC 8th and 9th ഇഷ്യൂ ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇതിലും എന്തുണ്ട്, ഡിഡക്ഷൻ ഉണ്ട്, ATCയിൽ ഡിഡക്ഷൻ ഉണ്ട്. അപ്പോൾ NSC 8th and 9th ഇഷ്യൂ ഓർത്തിരിക്കുക, ഇതിന് നമുക്ക് ഡിഡക്ഷൻ ഉണ്ട്. ഇനി ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ ദ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്സ് ഈസ് അസ്യൂംഡ് ടു ബി റീഇൻവെസ്റ്റഡ് ഇൻ NSC സോ ദാറ്റ് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ NSC ഈസ് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. അതായത് ഈ NSCയിൽ നമുക്ക് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് നമ്മൾ ഈ NSCയിൽ തന്നെ റീഇൻവെസ്റ്റ്, അതായത് ഇൻട്രസ്റ്റ് നമുക്ക് അതായത് അസസിക്ക് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് ആ NSCയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റീഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. സോ ദാറ്റ് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ NSC ഈസ് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഇൻട്രസ്റ്റിനും 80C പ്രകാരം ഡിഡക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഹവർ ഇൻ ദ 6th ഇയർ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ NSC 8th ഇഷ്യൂ ഈസ് നോട്ട് റീഇൻവെസ്റ്റഡ് ആൻഡ് ഹെൻസ് ഇൻട്രസ്റ്റ് ഫോർ 6th ഇയർ വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ ഡിഡക്ഷൻ. അതായത് 6ാമത്തെ വർഷം നമ്മൾ ഈ പറഞ്ഞ കേസിൽ ഇത് റീഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അതായത് അസസിക്ക് ഇൻട്രസ്റ്റ് ഡ്യൂ ആയി, പക്ഷേ ഇൻട്രസ്റ്റ് അസസി തന്നെ എടുക്കുകയാണ്. അസസി എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു NSCയിലോട്ട് വീണ്ടും എന്ത് ചെയ്യുന്നില്ല, ആ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നില്ല അല്ലെങ്കിൽ റീഇൻവെസ്റ്റ് ചെയ്യുന്നില്ല 6ാമത്തെ വർഷം. അതുകൊണ്ട് തന്നെ 6ാമത്തെ വർഷത്തിനത് ATCയിൽ ഇൻട്രസ്റ്റിന് ഡിഡക്ഷൻ കിട്ടില്ല. നോർമൽ കേസിൽ അപ്പോൾ NSCയും നമുക്ക് ഡിഡക്ഷൻ കിട്ടും, അതിൻ്റെ ഇൻട്രസ്റ്റിനും നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും, ATC പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, പിന്നെ പറയുന്നത് കോൺട്രിബ്യൂഷൻ ഇൻ ദ നെയിം ഓഫ് സെൽഫ്, സ്പൗസ് ഓർ ചൈൽഡ് ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. അതായത് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിൽ സെൽഫ് സ്വന്തം പേരിലോ സ്പൗസിൻ്റെ പേരിലോ കുട്ടികളുടെ പേരിലോ ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ അതിന് ATC പ്രകാരം ഡിഡക്ഷൻ ഉണ്ട്. ദെൻ കോൺട്രിബ്യൂഷൻ ഇൻ ദ നെയിം ഓഫ് സെൽഫ്, സ്പൗസ് ഓർ ചൈൽഡ് ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ഓഫ് ദി LIC മ്യൂച്വൽ ഫണ്ട് നോട്ടിഫൈഡ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 23D. അതായത് LIC മ്യൂച്വൽ ഫണ്ട് പ്രകാരം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിൽ ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിന് എന്തുണ്ട്, ATC പ്രകാരം ഡിഡക്ഷൻ ഉണ്ട്, അത് ഓർത്തിരിക്കാം. ദെൻ പിന്നെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയതെന്ന് വെച്ചാൽ ഒന്ന് ട്യൂഷൻ ഫീ ആണ്. ഇതിൽ നമ്മൾ പറയുന്ന ട്യൂഷൻ ഫീയിൽ നമ്മൾ പറയുന്നത് എക്സ്ക്ലൂഡിങ് എനി പേയ്മെൻറ്റ് ടുവേർഡ്സ് എനി ഡെവലപ്മെൻറ്റ് ഫീസ് ഓർ ഡൊണേഷൻ ഓർ പേയ്മെൻറ്റ് ഓഫ് സിമിലർ നേച്ചർ. ഇതിൽ നമ്മൾ ഡൊണേഷനും അതേപോലെ ഡെവലപ്മെൻറ്റ് ഫീസും ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ട്യൂഷൻ ഫീസ് എന്ന് പറയുമ്പോൾ പെയ്ഡ് ടു എ യൂണിവേഴ്സിറ്റി, കോളേജ്, സ്കൂൾ ഓർ അതർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സിറ്റുവേറ്റഡ് വിത്തിൻ ഇന്ത്യ. അതായത് ഫോർ ദി ഫുൾ ടൈം എഡ്യൂക്കേഷൻ ഓഫ് 2 children, 2 കുട്ടികളുടെ എന്താണ് പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ട്യൂഷൻ ഫീസിന് ATC പ്രകാരം ഡിഡക്ഷൻ ഉണ്ട്. മാക്സിമം 2 കുട്ടികൾക്കാണ്. ഇത് ഒരു യൂണിവേഴ്സിറ്റിക്കാവാം, കോളേജിനാവാം, സ്കൂളാവാം, മറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാവാം, ഇന്ത്യയിൽ തന്നെ സിറ്റുവേറ്റ് ചെയ്യുന്ന മറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആവാം. ട്യൂഷൻ ഫീസ് ഫോർ 2 children നമുക്ക് എന്തുണ്ട്, ATC പ്രകാരം ഡിഡക്ഷൻ ഉണ്ട്. ഇതിൽ തന്നെ പറയുന്നത് ഡൊണേഷനോ മറ്റ് ഡെവലപ്മെൻറ്റ് ഫീസോ കാര്യങ്ങളോ ഒന്നുമല്ല, അവരുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ട്യൂഷൻ ഫീസിന് മാക്സിമം 2 കുട്ടികൾക്ക് നമുക്ക് എന്തുണ്ട്, എക്സംഷൻ ഉണ്ട്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് റീപേയ്മെൻറ്റ് ഓഫ് ഹൗസിംഗ് ലോൺ ആണ്. അതായത് ഹൗസിംഗ് ലോൺ നമ്മൾ എടുത്തു അല്ലെങ്കിൽ അസസി ഹൗസിംഗ് ലോൺ എടുത്തു, അതിൻ്റെ എന്താണ് പ്രിൻസിപ്പാൾ എമൗണ്ട് റീപേ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റ് അല്ല പറയുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ കുറക്കുന്ന ഒരു ഐറ്റമാണ്. പ്രിൻസിപ്പാൾ റീപേയ്മെൻ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റീപേയ്മെൻറ്റ് ഓഫ് ഹൗസിംഗ് ലോൺ ATC പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്ന ഒരു ഐറ്റമാണ്. പ്രിൻസിപ്പാൾ എമൗണ്ടിൻ്റെ റീപേയ്മെൻ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് the term deposit for a fixed period of not less than 5 years with a scheduled bank in accordance with the scheme framed and notified by the central government. അതായത്
ടേം ഡെപ്പോസിറ്റ് ആണ്. അത് 5 വർഷത്തിൽ കുറയാത്ത ഒരു ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പീരീഡിലോട്ടുള്ള ടേം ഡെപ്പോസിറ്റിന് ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ അതിന് ATC പ്രകാരം ഡിഡക്ഷൻ ഉണ്ട്. ദെൻ നബാർഡിൻ്റെ ബോൺസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഡിഡക്ഷൻ ഉണ്ട്. ദെൻ ഡിപ്പോസിറ്റ് ഇൻ 5 ഇയർ പോസ്റ്റ് ഓഫീസ് ടൈം ഡിപ്പോസിറ്റ് അക്കൗണ്ടിൽ, അതായത് 5 ഇയർ പോസ്റ്റ് ഓഫീസ് ടൈം ഡിപ്പോസിറ്റ് അക്കൗണ്ട്, ഈ പേരൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണേ. 5 ഇയർ പോസ്റ്റ് ഓഫീസ് ടൈം ഡിപ്പോസിറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ATC പ്രകാരം ഡിഡക്ഷൻ ഉണ്ട്. ദെൻ സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും ATC പ്രകാരം ഡിഡക്ഷൻ ഉണ്ട്. ദെൻ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ NSC നമ്മൾ ഓൾറെഡി പറഞ്ഞു. NSC ഉണ്ട്, NSCയുടെ ഇൻട്രസ്റ്റും ഉണ്ട്. അതിൽ 6th ഇയറിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ എടുക്കില്ല. ദെൻ ഡിപ്പോസിറ്റ് ഇൻ സുകന്യ സമൃദ്ധി അക്കൗണ്ട്, ഇത് ഓർത്തിരിക്കണേ. ഡിപ്പോസിറ്റ് ഇൻ സുകന്യ സമൃദ്ധി അക്കൗണ്ടിന് ATC പ്രകാരം ഡിഡക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ NPS നാഷണൽ പെൻഷൻ സ്കീമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാണ് 50,000 വരെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ആ NPS ഉള്ള കേസിൽ നമുക്ക് മാക്സിമം എന്ന് പറഞ്ഞാൽ 2 ലക്ഷം വരെ നമുക്ക് ATCയിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറക്കാം. അപ്പോൾ ATC എന്ന് പറയുമ്പോൾ മാക്സിമം നമുക്ക് എത്ര കുറക്കാൻ പറ്റൂ, 1,50,000 മാത്രമേ കുറക്കാൻ പറ്റൂ. ഇൻ കേസ് NPS ഉണ്ടെങ്കിൽ ആ കേസിൽ നമുക്ക് എത്ര വരെ കുറക്കാം, 2 ലക്ഷം രൂപ വരെ കുറക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ATCയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് പോയിന്റ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യം ഓർത്തിരിക്കാം. ചുരുക്കി പറഞ്ഞാൽ ATCയിൽ ഓർക്കേണ്ടത് മാക്സിമം നമുക്ക് 1,50,000 വരെ കുറക്കാൻ പറ്റൂ. അതിനർത്ഥം നമുക്ക് 1 ലക്ഷം വരെ നമുക്ക് ATCയിൽ ഡിഡക്ഷൻ ഉള്ളുവെങ്കിൽ 1 ലക്ഷം കുറക്കണം. 2 ലക്ഷം വരെ ഉണ്ടെങ്കിൽ നമുക്ക് 1,50,000 മാത്രമേ കുറക്കാൻ പറ്റൂ. മാക്സിമം അപ് ടു 1,50,000 ആണ് പറയുന്നത്. 1,50,000 കുറവാണെങ്കിൽ ആ കുറഞ്ഞ എമൗണ്ട് ആണ് നമ്മൾ കുറക്കേണ്ടത്. 1,50,000 കൂടുതലാണെങ്കിൽ മാക്സിമം 1,50,000 വരെ കുറക്കാം. ഇനി നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ATC പ്രകാരം എത്രയാണ് ടോട്ടൽ ക്വാളിഫയിങ് എമൗണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ATC പ്രകാരം നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. എമൗണ്ട് വേണമെങ്കിൽ ഒരു കോളത്തിൽ കാണിക്കാം. ഇനി നോക്കാം, LIP എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയമാണ്. സെൽഫ് നമ്മൾ പറഞ്ഞത് സെൽഫ്, സ്പൗസ്, ചിൽഡ്രൻ ഇവരുടെ പേരിലൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്തുണ്ട്, ഡിഡക്ഷൻ കിട്ടും. ഇവിടെ പറഞ്ഞത് സെൽഫാണ് 25,000 ആണ് പറഞ്ഞത്. സം അഷ്യൂർഡ് 50,000 ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു സം അഷ്യൂർഡിൻ്റെ 10%-നേക്കാൾ എന്ത് കൂടാൻ പാടില്ല, LIP പ്രീമിയം കൂടാൻ പാടില്ല. സം അഷ്യൂർഡിൻ്റെ 10% എന്ന് പറയുമ്പോൾ 50,000 ആണ് ഇവിടെ വരിക. 25,000 ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, LIP എന്ന് എഴുതുന്നുണ്ട്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. സെൽഫ് എത്ര തന്നെ വരും, 25,000 തന്നെ വരും. കാരണം 50,000 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാം. ഇപ്പോൾ 25,000 ഉള്ളൂ, അപ്പോൾ 25,000 ഡിഡക്റ്റ് ചെയ്യാം. രണ്ടാമത്തെ കേസ് വൈഫിൻ്റെ 20,000 ആണ്. സം അഷ്യൂർഡ് 1,50,000 ആണ്. അപ്പോൾ 1,50,000 10% എന്ന് പറയുന്നത് 15,000 വരും. എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, 20,000 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. 1,50,000 10% എന്ന് പറഞ്ഞാൽ 15,000 ആണ്. പക്ഷേ എത്ര ചെയ്യുന്നുണ്ട്, 20,000 ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എത്ര മാത്രമേ എടുക്കാൻ പറ്റൂ, ATCയിൽ 15,000 മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. ഇനി മേജർ സൺ, ചിൽഡ്രൻ നമ്മൾ പറഞ്ഞു, കുട്ടികൾ നോക്കുമ്പോൾ മാരീഡ് ആണോ, മേജർ ആണോ, മൈനർ ആണോ നോക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും നമുക്ക് എന്ത് കിട്ടും, ATCയിൽ ഡിഡക്ഷൻ കിട്ടും. മേജർ സണ്ണിൻ്റെത് 18,000 ആണ്. സം അഷ്യൂർഡ് 5 ലക്ഷമാണ്. 5 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ 50,000 തന്നെ വരും. 50,000 ആണ് വരിക. 18,000 ചെയ്യുന്നുള്ളൂ. അപ്പം എന്ത് ചെയ്യാം, 18,000 നമുക്ക് എന്ത് ചെയ്യാം, അലോ ചെയ്യാം. 18,000 അലോ ചെയ്യാം. കാരണം 50,000 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാം. 18,000 ഉള്ളൂ, 18,000 ചെയ്യാം. ദെൻ മാരീഡ് ഡോട്ടർ 16,000 ആണ്. സം അഷ്യൂർഡ് 2 ലക്ഷമാണ്. സം അഷ്യൂർഡ് 2 ലക്ഷം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 20,000 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാം. 16,000 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, 16,000 ആണ് ചെയ്യേണ്ടത്. നമുക്ക് 20,000 വരെ ചെയ്യാം. നമുക്ക് ശരിക്കും അവർ 16,000 രൂപയെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. ഇനി ഫാദറിൻ്റെ കേസ് നമ്മൾ പറഞ്ഞതാണ്. പാരൻസിന് നമുക്ക് ATC പ്രകാരം LIP അടച്ചു കഴിഞ്ഞാൽ എന്തില്ല, ഡിഡക്ഷൻ ഇല്ല. അപ്പോൾ ഈ ഐറ്റം നമ്മൾ എടുക്കണ്ട.
ഇത്രയായിരിക്കും നമ്മൾ എടുക്കുക. അതായത് പാരൻസിനോ മറ്റുള്ളവർക്കോ റിലേറ്റീവ്സിനോ ഒന്നും ഇതിൽ എന്ത് കിട്ടുന്നില്ല, ATC പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്നില്ല. രണ്ടാമത്തെ കേസ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇൻ ഷെഡ്യൂൾഡ് ബാങ്ക് ഫോർ 6 years. നമ്മൾ പറഞ്ഞതാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഫോർ മോർ ദാൻ 5 years, 5 years മിനിമം 5 years ഉള്ളത് നമുക്ക് ATCയിൽ ഡിഡക്ഷൻ കിട്ടുന്നതാണ് ടേം ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. FD എത്രയാണ്? 2 lakh ആണ്. FD 2 lakh ആണ്. ഇനി ടാക്സ് സേവിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം കോൺട്രിബ്യൂഷൻ ടു RPF. നമ്മൾ പറഞ്ഞതാണ് RPFിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ, ഓൺ കോൺട്രിബ്യൂഷൻ ടു RPFന് ATC പ്രകാരം ഡിഡക്ഷൻ ഉണ്ട്. കോൺട്രിബ്യൂഷൻ ടു RPF എത്രയാണ്? അമൗണ്ട് 50,000. ഇനി NSC 8th പർച്ചേസിന് ഇൻ ഡിസംബർ 2020 1 lakh. NSC ഞാൻ പറഞ്ഞതാണ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്. NSC എന്ന് പറഞ്ഞാൽ നമ്മൾ NSC 8th 9th നമ്മൾ എടുക്കുന്നത് തന്നെയാണ്. NSC 8th എത്രയാണ്? 1 lakh. NSC 8th ഇഷ്യൂ 1 lakh ആണ്. ദെൻ റീപേയ്മെൻറ്റ് ഓഫ് ഹൗസിംഗ് ലോൺ, ഇതും നമ്മൾ പറഞ്ഞ ഐറ്റമാണ്. ഹൗസിംഗ് ലോണിൻ്റെ പ്രിൻസിപ്പാൾ എമൗണ്ട് റീപേ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഏതിലെ ഡിഡക്ഷൻ ഉണ്ട്? ATCയിൽ. റീപേയ്മെൻറ്റോ ഇവിടെ ഓർക്കേണ്ടത് പ്രിൻസിപ്പാൾ എമൗണ്ട് ആണ് നമ്മൾ എടുക്കുന്നത്, ഇൻട്രസ്റ്റ് അല്ല എടുക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ അല്ല നമ്മൾ എടുക്കുന്നത്, റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പാൾ എമൗണ്ട് ആണ്. നമുക്ക് രണ്ടും ക്വസ്റ്റ്യനിൽ തരുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. റീപേയ്മെൻറ്റ് ഓഫ് ഹൗസിംഗ് ലോൺ എത്രയാണ്? 1,50,000. ദെൻ കോൺട്രിബ്യൂഷൻ ടു ULIP. ULIP എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. നമ്മൾ പറഞ്ഞതാണ് അല്ലേ, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്നുള്ള കാര്യം ഞാൻ ഓർത്തിരിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ, ULIPയിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ 10,000, 10,000 രൂപയാണ് വരുന്നത്. ഇത്രയാണ് നമ്മുടെ ഐറ്റംസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ ATCയിൽ വരുന്നതാണ്. നമുക്ക് മനസ്സിലാവേണ്ടത് നമ്മൾ എല്ലാ ATC മുതൽ ATU വരെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഐറ്റം ഏത് സെക്ഷനിലാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഈ ATCയിലെ ടോട്ടൽ എമൗണ്ട് ചെയ്ത് ATCയിൽ എത്രയാണ് ഇവിടെ ടോട്ടൽ ക്വാളിഫയിങ് എമൗണ്ട്, ATC പ്രകാരം ഇവർക്ക് ഡിഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ ചെയ്ത് നോക്കി. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 5,84,000, 5,84,000 ആണ് ടോട്ടൽ ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. ടോട്ടൽ ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത് 5,84,000, 5,84,000 രൂപയാണ്. പക്ഷേ നമുക്ക് എത്ര ATCയിൽ ഡിഡക്ഷൻ കിട്ടും? മാക്സിമം ATCയിൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 1,50,000 ആണ്. ഇത് നമുക്കിവിടെ NPS ഇല്ല, അതുകൊണ്ട് 1,50,000 ആണ് നമുക്ക് എന്ത് കിട്ടുക? ഡിഡക്ഷൻ കിട്ടുക. മാക്സിമം ഡിഡക്ഷൻ 5,84,000 ഉണ്ട് മൊത്തം ATC കൂട്ടുമ്പോൾ. പക്ഷേ നമുക്ക് ATCയിൽ മാക്സിമം എത്ര കിട്ടും? 1,50,000 മാത്രമേ കിട്ടൂ. അപ്പോൾ ഡയറക്റ്റായിട്ട് 1,50,000 എന്ന് എഴുതി വെക്കാതെ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കി ടോട്ടൽ ക്വാളിഫയിങ് എമൗണ്ട് കണ്ടുപിടിക്കുക. അതിനുശേഷം മാക്സിമം 1,50,000 എന്ന് എഴുതാം. ഇനി NPS ഉണ്ടെങ്കിൽ ഇവിടെ 2 ലക്ഷം ആവുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. അപ്പോൾ താങ്ക് യു.